ഇതിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ഡേയുടെ അനുബന്ധിച്ച് ഒരു പ്രോഗ്രാമിനാണ്. അപ്പം ഇത് KPC പത്തനംതിട്ടയാണ് നടത്തുന്നത് ഗൈസ്. അപ്പം ബാക്കിയുള്ള വിശേഷം നമുക്ക് കാണാം. ഇവിടെ പോയിരിക്കുന്ന പേരി കുമാറിനെ മറ്റുള്ള എല്ലാ ഡോക്ടേഴ്സും എല്ലാവർക്കും എൻ്റെ സ്നേഹമാണ്. ലോക ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഒരു ഓപ്പൺ ക്ലാസ് നടത്താൻ ആരംഭിക്കുകയാണ്. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛനെ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എങ്കിലും ഇവിടെ വന്നപ്പോൾ തന്നെ അച്ഛൻ ഇവിടെ ഒരു കയറി വരുമ്പോഴേ ഒരു പോസിറ്റീവ് വൈബ് അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ട്. അച്ഛൻ്റെ നർമ്മത്തിലാണത് കാര്യങ്ങൾ നടക്കുന്നത് മനസ്സിലാക്കി അച്ഛനെ KPCയുടെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തായി KPCയുടെ പ്രസിഡന്റും നമ്മുടെ അധ്യക്ഷനുമായ ഡോക്ടർ റോണിയോ KPCയുടെ പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണാണ്. റോണിയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തായി KPCയുടെ നട്ടലായ സെക്രട്ടറി ഡോക്ടർ ഫെബിനാണ്. ഡോക്ടർ ഫെബിനെ KPCയുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ഡോക്ടർ റിജോ KPC ഡിസ്ട്രിക്റ്റിലെ എല്ലാ കാര്യങ്ങളും കണക്ക് കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്ന ട്രഷററാണ്. ട്രഷറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ ഡോക്ടർ ആൽബർട്ടാണ് നമുക്ക് ഇന്നിവിടെ എന്താ പറയുന്നത്. ഡോക്ടർ ആൽബർട്ടിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ആതിര KPCയുടെ എക്സിക്യൂട്ടീവ് മെമ്പറും നമുക്കിന്ന് ഈ യോഗത്തിൻ്റെ ഏറ്റവും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബോധവൽക്കരണ ക്ലാസ്സാണ്. ഈ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ആതിരയാണ്. ഡോക്ടർ ആതിരയെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അവസരമായി ഇവിടെ കൂടിയിരിക്കുന്ന ദമഗിരി കുടുംബാംഗങ്ങളെ അതുപോലെ ബാക്കി വന്നിരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ KPCയുടെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം. ധർമ്മഗിരി മന്ദിരത്തിൻ്റെ സൂപ്രണ്ട് ഫാദർ KS മാത്യു സച്ചിൻ, KPC സെക്രട്ടറി ഡോക്ടർ ഫെബിൻ ഫ്രാൻസിസ്, ട്രഷറർ ഡോക്ടർ റിജോ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ ആതിര, പ്ലാനിംഗ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ ആൽബർട്ട്, മുൻ ട്രഷറർ ഡോക്ടർ വിജയ് കുര്യൻ ജോൺ, ധർമ്മഗിരി മന്ദിരത്തിലെ സ്റ്റാഫ്, വോളണ്ടിയേഴ്സ്, ധർമ്മഗിരി മന്ദിരത്തിലെ കുടുംബാംഗങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. 1951 ഇന്നേക്ക് ഏകദേശം 74 വർഷം മുമ്പ് ഫിസിയോതെറാപ്പിയുടെ വളർന്നു വരുന്ന പ്രാധാന്യം മുന്നിൽ കണ്ടുകൊണ്ട് വേൾഡ് ചാർട്ടേഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ഫോറം തുടങ്ങി. അപ്പം അതിൻ്റെ സ്ഥാപക ദിനം എന്ന നിലയിൽ സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനമായിട്ട് ലോകമെമ്പാടും ആചരിച്ചു വരികയാണ്. എല്ലാ വർഷവും മുടങ്ങാതെ ഞങ്ങളത് ആചരിക്കാറുണ്ട്. അപ്പോൾ ഈ വർഷവും അതുപോലെ ആചരിക്കുന്ന സെപ്റ്റംബർ മാസം മുഴുവനായി ഞങ്ങളത് ആചരിക്കാറുണ്ട്. എല്ലായിടത്തും വിവിധതരം പരിപാടികൾ, ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ നടത്താറുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ സാധിച്ചത് വളരെയധികം സന്തുഷ്ടരാണ്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന തീം എന്ന് പറയുന്നത്, ലോകം മുഴുവനായിട്ട് കിട്ടിയിരിക്കുന്ന തീം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോടെയുള്ള വാർദ്ധക്യം എന്നാണ്. വാർദ്ധക്യം എന്ന വാക്കിനോട് എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട്. കാരണം വിയോജിപ്പിനെക്കാളും വലിയത് കുറച്ചുകൂടെ പറ്റിയിട്ടുണ്ട്. കാരണം വർദ്ധിച്ചു വരുന്ന കാര്യമാണ്. പക്ഷെ വർദ്ധിച്ചു വരുന്നത് ആക്ച്വലി മനുഷ്യൻ്റെ എക്സ്പീരിയൻസ്, അവൻ്റെ എമ്പതി, അവൻ്റെ ജ്ഞാനം, വിസ്ഡം, ഇതൊക്കെ ഇങ്ങനെ കൂടി വരുന്നൊരു പ്രായമാണ് ആക്ച്വലി. അതുകൊണ്ട് വാർദ്ധക്യം എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങളുടെ സീനിയേഴ്സ് എന്ന് പറയാനാണ്, ഞങ്ങൾ മുതിർന്നവരെന്ന് പറയാനാണ് താല്പര്യപ്പെടുന്നത്. പക്ഷേ എന്ത് കാര്യം നമുക്കിങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ അതിൻ്റെതായ പ്രിവിലേജസ് ഉണ്ട്. അപ്പോൾ എല്ലാ നല്ല കാര്യങ്ങൾക്കും മിക്കവാറും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. എനിക്ക് മധുരം വളരെയധികം കഴിക്കുന്ന ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ അതിനനുസരിച്ച്
ടെസ്റ്റിന്റെ തടിയും കൂടും. എല്ലാം മിക്കവാറും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ വാർദ്ധക്യത്തിൽ നമുക്ക് ഒരുപാട് ജ്ഞാനവും കാര്യങ്ങളൊക്കെ കൂടുമെങ്കിലും അതനുസരിച്ച് നമുക്ക് ചില സൈഡ് എഫക്ട്സ് ഉണ്ട്. സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ പേശീബലം പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് തേയ്മാനത്തിന്റെ തോത് ആ പ്രായത്തിൽ കുറച്ച് കൂടുതലായിരിക്കും, നമുക്ക് ഉറക്കക്കുറവിന് ബുദ്ധിമുട്ടുണ്ടാവാം, നമുക്ക് നടക്കുമ്പോൾ ബാലൻസിന് ബുദ്ധിമുട്ടുണ്ടാവാം, അപ്പം നല്ല നമ്മുടെ വീഴ്ചയുടെ തോത് കൂടിയെന്ന് വരാം, എല്ലിന് ബലക്കുറവുണ്ടായെന്ന് വരാം. അപ്പൊ ഇതിനൊക്കെ പരിഹരിക്കാൻ നമുക്കൊരു പരിധിവരെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഫിസിയോതെറാപ്പി കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പം ഇതിന്റെ ഒരു അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. അതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ വെട്ടിയ വഴികളിലൂടെയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്, നിങ്ങൾ നേടിത്തുന്ന അവകാശങ്ങളാണ് ഞങ്ങളിപ്പം ഈ ഭൂമിയിൽ ആസ്വദിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിന് പ്രതിജ്ഞാബദ്ധരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളാക്കി നിങ്ങൾക്ക് ഈ സുദിനം സമർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നന്ദി. ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ആദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എത്രയും സ്നേഹബഹുമാനുള്ള ഡോക്ടർ റോമി, മറ്റ് ബഹുമാനപ്പെട്ട ഇതിൻ്റെ പ്രവർത്തകരായിരിക്കുന്ന ഡോക്ടർമാരെ, മറ്റ് പ്രവർത്തകരെ, പന്തരം സ്റ്റാഫ്, പന്തരാംഗങ്ങളെ, ഇന്ന് ഇവിടെ വെച്ച് ലോക ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് ഇപ്രകാരം ക്യാമ്പ് ക്രമീകരിക്കാൻ മനസ്സുവെച്ച പത്തനംതിട്ട ജില്ല ഷിമിയോയും അന്ന എന്ന് പറയുന്ന 2 ഓൺലൈൻ യാത്രക്കാരെ യേശുവിനെ കണ്ട കാഴ്ചയാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞു വർദ്ധിച്ചു വരുന്നതല്ല, ഈ വാർദ്ധക്യം എന്നുള്ളതിന് ശബ്ദ താരാവലിയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥമല്ല, വർദ്ധിച്ചു വരുന്നത് സമ്പുഷ്ടമാക്കിയത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എന്തുമാണ് വർദ്ധിച്ചു വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വാർദ്ധക്യം നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ എപ്രകാരം നമ്മൾ നേരിടുന്നു എന്നുള്ളത് ഏത് കാലഘട്ടത്തെയും ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ശൈശവമാണോ നല്ലത്? ഇപ്പം നിങ്ങളുടെ ഇതിന് പ്രായമുള്ളവർ ചോദിച്ചാൽ പറയും ഞങ്ങളുടെ കുഞ്ഞിലെ കാലഘട്ടമായിരുന്നു ഏറ്റവും നല്ലത്. കാരണം എന്താ, ഒരു ബേർഡനും ഇല്ലായിരുന്നു, ചാടിത്തുള്ളി ഓടി നടക്കാമായിരുന്നു, മധുരം കിട്ടുമായിരുന്നു, മറ്റു പല കാര്യങ്ങൾ കിട്ടുമായിരുന്നു, കളിക്കാമായിരുന്നു, എല്ലാം പറയും. എന്നാൽ ആ കുഞ്ഞിനോട് ഇച്ചിരി അടുത്ത് ചോദിച്ചാൽ പറയും, ഇപ്പം ഇവിടേക്ക് ഈ പിള്ളേരോട് ഞാൻ ചോദിക്കുകയാണ്, മക്കളെ സ്കൂളിൽ എങ്ങനെയുണ്ട്, ഹോംവർക്ക് ഒത്തിരി അല്ലേ, പരീക്ഷ വരും, അങ്ങനെയാണ് ഇവിടെ ടെൻഷൻ. അപ്പോൾ ബംഗാളിയെ കെട്ടി കഴിയുമ്പോൾ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന ടെൻഷൻ വേറെ, അതിന് അഡ്മിഷൻ വാങ്ങുന്നത് വേറെ, ഭാര്യയുടെ ജോലി ഒരെടുത്ത്, ഭർത്താവിൻ്റെ ജോലി വേറെടുത്ത്. അപ്പോൾ ആ കാലഘട്ടം അതിലേക്കാണ്. ഇത് കഴിഞ്ഞൊരു റിട്ടയർമെൻ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും പിള്ളേരെയൊക്കെ കെട്ടിച്ചു വിട്ട് അതിലൊരു തന്ത്രമാണ്. അതുകൊണ്ട് നമ്മുടെ അച്ഛൻ പറയാറുണ്ട്, ടി വിയിലൊക്കെ വരുന്ന അച്ഛൻ ഹോബി യൂസ് കണ്ടിക്കാൻ അച്ഛൻ പറയുന്നൊരു വാക്കുണ്ട്, ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു വിവാഹവും ഒരു വിവാഹം കഴിപ്പിക്കുന്നു. ഒരു വിവാഹം കഴിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. അത് കഴിഞ്ഞ് മക്കളെ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ അവരെ കൂടെ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ ശാന്തമായി തീരണം എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ജീവിതം. ഒരാൾ എപ്പോഴാണ് വയസ്സനാകുന്നത്? ഒരിക്കലും സെന്റ് ഗുരുവിനോട് ചോദിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഒരാൾ എപ്പോൾ അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുന്നു അപ്പോഴാണ്. അത് ഞാൻ ഉദാഹരണം ഇന്ന് രാവിലെ ഞാൻ പള്ളിയിൽ പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർമാർക്കറിയുന്നതാണെങ്കിൽ ഫിലിപ്പോസ് മാർക്കോസ് മാർക്കോമാ മെത്രാപ്പൊലീത്ത വളരെ സരസമായിട്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. ഞാൻ ശുശ്രൂഷ നേരത്തെ ദുബായിൽ ഷാർജ പള്ളിയിൽ ശുശ്രൂഷയില്ല. അവിടെ അവർ സ്വീകരണം കൊടുത്ത തിരുമേനി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നത്, 90 വയസ്സുള്ള യുവാവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. 90 വയസ്സുള്ള യുവാവ്. അപ്പോൾ തിരുമേനിയുടെ പോസിറ്റീവായിട്ടുള്ള കാര്യം അത് തന്നെയാണ്. 90ാമത്തെ വയസ്സിലും യുവാവായിട്ട് മാനസികമായിട്ട് ഇരിക്കാൻ സാധിക്കാന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം. അപ്പോൾ വാർദ്ധക്യം എന്ന് പറയുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം ശൈശവത്തിൽ പ്രോബ്ലമുണ്ട്, യൗവന കാലഘട്ടത്തിൽ പ്രശ്നമുണ്ട്, മധ്യവയസ്കര കാലഘട്ടത്തിലുണ്ട്, ഓൾഡ് ഏജിലുണ്ട്. എന്നാൽ ഇതിനെ എപ്രകാരം നമ്മൾ നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. ഇതിനെല്ലാം പ്രയാസമാണെന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ അവൻ പുറപ്പെടുത്തുന്നു. എന്നാൽ വാർദ്ധക്യവും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കി അതിനെ സന്തോഷത്തോടെ നേരിട്ടാൽ അത് നല്ല ഒരു കാലഘട്ടമായിരിക്കും. ഇപ്പോൾ എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കത്തില്ല. ഇപ്പോൾ യൗവന കാലഘട്ടത്തിൽ ഓടി നടന്നതുപോലെ വാർദ്ധക്യത്തിനോടാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഈ സ്റ്റേപ്പ് കയറാനും എല്ലാം പ്രയാസം. ഒത്തിരി പേര് നമ്മൾ റൂമിലിരിക്കും, ഇവിടെ വരാൻ സാധിക്കത്തില്ല. ഒരു കാലഘട്ടത്തിൽ ഓടി നടന്നത്. അപ്പോൾ ഇത് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്, റിയാലിറ്റിയാണ് എന്നുള്ളത് തിരിച്ചറിയും. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിനെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. തന്നെ ഈ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചു.
മാരാമൺ കൺവെൻഷൻ എന്നുള്ള പ്രസിദ്ധമായ കൺവെൻഷനിൽ ധാരാളം യാചകരായിട്ടുള്ള ആൾക്കാർ കടന്നു വരുമായിരുന്നു. അപ്പോൾ അവരെ വഴിയിൽ കിടന്ന വിഷയാധിക്കുമ്പോൾ അവരെ കരുതുവാനായിട്ട് ചിലർ മുമ്പോട്ട് വന്ന് അവർക്കൊരു പന്തലിട്ടു. ആ പന്തലിൻ്റെ കീഴെ കിടന്നുകൊണ്ട് വെയിൽ കൊള്ളാതെയാണ് അവരെ വിഷയാധിച്ചത്. എന്നാൽ ഒരു 8 വർഷം കഴിഞ്ഞപ്പോൾ വർഷമായിട്ട് ഒരു സ്ഥലമാണ് മാറ്റിയത് എന്നുള്ളത്. 75 വർഷം നമ്മൾ പൂർത്തിയായപ്പോൾ കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാരെ പരിചരിക്കുവാനുള്ള പ്രവർത്തനം ആരംഭിച്ചു. 2 വർഷമായിട്ട് ആ പ്രവർത്തനം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. 25 ആഴ്ചയൊരു ഓഫീസ് കൊടുക്കാനുള്ള സംവിധാനം ദിവസമുള്ള ഈ സ്ഥാപനയിലൂടെ അത് ചെയ്യുവാൻ സാധിക്കുന്നു. സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് പോലീസ്, മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, മറ്റു വിധ സാമൂഹികക്ഷേമ പ്രവർത്തകർ, ചുരുക്കം ചിലർ സാമ്പത്തികമായിട്ട് ഞങ്ങളെ സഹായിച്ചുകൊണ്ട് ഇവിടെ താമസിക്കുകയും പാർക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഈ നാളുകളിൽ അനേകരെ പ്രാർത്ഥനയും അനേക കൈത്താങ്ങുകൾ നടന്നതുകൊണ്ട് ഈ സ്ഥാപനം മുമ്പോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ഞങ്ങളിന്ന് ഇപ്രകാരം ഈ ക്യാമ്പോട് സംഘടിപ്പിച്ച സന്തോഷം അറിയിക്കുകയാണ്. ഇവിടെ പാർക്കുന്ന ഭൂരിപക്ഷം പേർക്കും മുട്ടുവേദനയോ നടുവേദനയോ കാലുവേദനയോ ഇല്ലാത്ത ആരുമില്ല എന്നുള്ള എനിക്കറിയാം. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നവർ ഇത്രയും പേര് താല്പര്യത്തോടെ വന്നതിന് കാരണം പ്രാർത്ഥന സമയത്ത് പേര് വരത്തില്ല. ഇവർക്കെല്ലാം ഇന്ന് വന്ന എന്തൊക്കെയോ വേദന മാറാമെന്നൊരു പ്രതീക്ഷയുള്ളത്. തീർച്ചയായും നമ്മൾ ടെക്നിക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തരും. അല്ലെങ്കിൽ അതിലൊരു പ്രാരംഭമായിട്ട് നമ്മുടെ പ്രവർത്തനം മുമ്പോട്ട് പോകട്ടെ. ഇതിനു മുമ്പ് സ്നേഹം ഇവിടെ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്, നമ്മളെ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ ആദ്യത്തിൽ ഒരു ആളുടെ ആഗ്രഹമുണ്ട്. എന്നാൽ പലപ്പോഴും ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നം അതിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഈ ദിവസം ആലോചിക്കുന്നൊരു വിഷയമാണ്. അതിൽ ഒരാളെ ഫുൾ ടൈം ഞങ്ങൾക്ക് കിട്ടണമെന്നുള്ളത് ഞങ്ങളുടെ കഴിഞ്ഞ കമ്മിറ്റികളിലും ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. അധികം താമസിയാതാകുന്ന പ്രവർത്തകരായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ കാര്യം മുന്നോടിയാകട്ടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ സമ്മേളനം ഞങ്ങളെ പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. ശ്രീധരനോട് ഒരു ദർശനം ഞങ്ങളുടെ സെക്രട്ടറിയുടെ ഒരു പോസ്റ്റർ റിവീൽ ചെയ്യണമെന്ന് ഞങ്ങളുടെ ആഗ്രഹമാണ്. പല കാര്യങ്ങളും നമുക്ക് വയ്യ എന്നുള്ള ഒരു രീതിയിൽ അല്ലെ നമുക്ക് പ്രായം കൂടി വരുന്നു എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും, അത് മാറ്റിവെക്കും, റെസ്റ്റിലേക്ക് പോകും, ഓരോ കാര്യങ്ങളും ചെയ്യാതെ പോകും. അതിനകത്ത് ഇരുന്നിരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ പതുക്കെ ഉണ്ടാകും. അത് നമ്മളൊന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ഫ്രഷായി അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ചിട്ടയായ എക്സസൈസുകളും, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറയുന്നില്ല, പക്ഷേ എങ്കിലും ഒരു ചിട്ടയായ എക്സസൈസുകൾ പിന്തുടർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അലസതയും ബുദ്ധിമുട്ടുകളും പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഈ നടുവേദന, മുട്ടിന് വേദന, കഴുത്തിന് വേദന, ക്ഷീണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ പ്രായം കൂടുന്നതിനനുസരിച്ച് ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും.
നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നൊന്ന് പറയാമോ? അതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകാം. കൂടുമ്പോഴത്തേക്ക് ഓരോ വയസ്സ് നമുക്ക് കൂടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിന് ഓരോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ബലം, മസിലിൻ്റെയൊക്കെ ഒരു ശക്തി കുറയുന്നു. അതേപോലെ അസ്ഥികളുടെ ബലം കുറയുന്നു. പിന്നെ നമുക്ക് കോർഡിനേഷൻ, നമുക്കൊരു കാര്യം എടുത്ത് ഇവിടുന്ന് അപ്പുറത്തോട്ട് വെക്കാനോ അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴോ ഒക്കെ നമുക്ക് പഴയതുപോലെ അത് കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്യാൻ പറ്റാതെ വരും. നമ്മുടെ ശരീരം നമ്മളെ അതിന് അനുവദിക്കുന്നില്ല. ഈ ഒരു മാറ്റങ്ങൾ, അതേപോലെ നമ്മുടെ കാലിൻ്റെ മുട്ടുകൾ, ജോയിൻറ്റുകൾ, ഇനി ഈ ജോയിൻറ്റുകളൊക്കെ അങ്ങ് കട്ടിപ്പിടിക്കും, അങ്ങ് സ്റ്റിഫാകുന്നതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വീഴാനുള്ള ചാൻസ് കൊടുക്കും. ഈ വീഴാനുള്ള ചാൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും? വീഴുമ്പോഴത്തേക്ക് നമ്മുടെ അസ്ഥികൾ പൊട്ടാനുള്ള സാധ്യതയും പിന്നീട് അതിനുശേഷമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് നിർദ്ദേശിക്കുന്ന എക്സസൈസിലൂടെ, വ്യായാമങ്ങളിലൂടെ നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനും അതിനെ നിലനിർത്തി നമുക്ക് പിന്നീട് ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ നമുക്ക് ഈ എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മളുടെ പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് ഓരോ വീഴ്ചകൾ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാനും അതേപോലെ ഇനി നമ്മുടെ ശ്രദ്ധ തെറ്റിയിട്ട് നമ്മൾ വീഴുകയാണെങ്കിൽ ആ വീഴ്ചയുടെ ആഘാതം കുറയ്ക്കാനും നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ചിട്ടയായ ഒരു എക്സസൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യത്തെ മറികടക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് പ്രായം കൂടുമ്പോൾ തോന്നുന്ന ഞാൻ സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് പ്രായം കൂടുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ശരീരത്തിനൊക്കെ ഉള്ളൊരു വേദന, ജോയിൻസിന് വേദന, അങ്ങനെയുള്ള കാര്യങ്ങൾ, അസ്ഥി സംബന്ധമായിട്ടുള്ള വേദനകളും ഒക്കെ നമുക്കുണ്ടാവും. അതിന് നമുക്കൊരു പരിധി വരെ ഈ എക്സസൈസ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റ് കൊണ്ട് നമുക്ക് അതിനെ തടയാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പോൾ അമ്മ പറഞ്ഞതുപോലെ നമുക്ക് ഓരോ വേദനകളുണ്ട്. കാലിന് വേദന, നടുവിന് വേദന, മുട്ടിന് വേദന, കഴുത്ത് വേദന, അങ്ങനെയുള്ള വേദനകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് സ്വയം പുറത്തു പോയി നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകളുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതേപോലെ നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് നമ്മൾ നടന്നു പോകുമ്പോൾ ബാലൻസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ്, അതെല്ലാം നിങ്ങൾ ഇന്ന് മുതൽ കുറേശ്ശെയായിട്ട് ചെയ്തു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പരമാവധി മറ്റൊരാളുടെ സഹായം കൂടാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് സാധിക്കും. ആദ്യം അമ്മ പറഞ്ഞത് കഴുത്തിന് വേദന അല്ലേ? കഴുത്തിന് വേദനയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആദ്യം നമുക്ക് ഈ വേദനകളൊക്കെ ഉണ്ടാകുന്നതിന് കാരണമെന്ന് പറയുന്നത് നമ്മൾ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ, അതായത് നമ്മുടെ ഈ ഡോറിൻ്റെ വിജാഗിരി അനക്കാതെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? തുരുമ്പ് പിടിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജോയിൻസിനെല്ലാം അനങ്ങാതിരുത്ത് കഴിയുമ്പോൾ അതും ഇങ്ങനെ കട്ടിയായിട്ട് ടൈറ്റ് ആവുകയും പിന്നീട് അനക്കുമ്പോഴത്തേക്ക് അതിന് സൗണ്ട് ഉണ്ടാകുകയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. ഇത് അനങ്ങുമ്പോഴാണ് ഇതുപോലെയാണ് നമ്മുടെ ജോയിൻസും ബുദ്ധിമുട്ടുണ്ടാകുകയും വേദന ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം അതിന് നമ്മൾ ആദ്യം എന്താണ്, എല്ലാ ജോയിൻസിനെയും ഫ്രീ ആക്കി ഈ കഥ അടയ്ക്കുന്നത് തുറക്കുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ എല്ലാ ജോയിൻസും മൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കണം, അനക്കം വേണം. അപ്പം നമ്മൾ കഴുത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കഴുത്തിനുള്ള എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇരുന്നോണ്ട് ചെയ്തോ നിന്നോണ്ട് ചെയ്തോ? ഇരുന്നോണ്ട് ചെയ്യാം. നമുക്ക് അടുത്തത് നിന്നോണ്ട് ചെയ്യാം. എല്ലാവരും നേരെ വന്നിരുന്നേ, നടു നിവർത്തി വന്നിരുന്നേ, ഇരുന്നോ. അതിനുശേഷം നേരെ നോക്കിക്കേ. നേരെ നോക്കിയതിന് ശേഷം നമ്മുടെ താടി ഉണ്ടല്ലോ, നേരെ താഴോട്ട് കുനിച്ചോ. അതിനുശേഷം പതുക്കെ നേരെ കൊണ്ടുവന്ന് ആദ്യം നിന്ന് അതേ പൊസിഷനിലേക്ക് നേരെ നോക്കി. അതിനുശേഷം നേരെ പുറകോട്ട് കൊണ്ടുപോയി. അതിനുശേഷം നേരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിലേക്ക് കൊണ്ടുവന്നേ. ഓക്കെ, ഇനി നമുക്ക് ഇടതുവശത്തോട്ടൊന്ന് നോക്കാം. നമ്മുടെ ശരീരം അനങ്ങണ്ട, നമ്മുടെ കഴുത്ത് മാത്രം. ഇടതുവശത്തേക്ക് നോക്കിക്കേ. ഇനി നേരെ വന്നേ. ഇനി
പതുക്കെ നമുക്ക് വലതുവശത്തേക്ക് നോക്കാം. നോക്കി. അതിനുശേഷം നമുക്ക് നേരെ വരാം. ഇത്രയും കിട്ടിയോ? അടുത്ത ദിവസം ചെയ്യാലോ. ഇനി ഒന്നുകൂടെ ഇല്ല. നമ്മുടെ ഈ മൂക്കില്ലേ, നമ്മുടെ ഈ മൂക്കുകൊണ്ടൊരു വലിയ വട്ടം വരച്ചേ. പറ്റുന്നുണ്ടോ? പറ്റുന്ന പോലെ മതി, പതുക്കെ മതി. വരച്ചോ? ഇനി തിരിച്ചുകൂടെ ഒന്ന് വരച്ചേ. ഇപ്പൊ നമ്മുടെ കഴുത്തിനൊക്കെ പഴയതുപോലെ ഇച്ചിരി ഒന്ന് ആശ്വാസം കിട്ടിയില്ലേ? ആ കഴുത്തിൻ്റെ ഒക്കെ ഒന്ന് ഫ്രീ ആയില്ലേ? അപ്പം നമ്മൾ ആദ്യം ഇതിന് മൂവ്മെൻറ്റ്സ് കൊടുത്തു, ഒരു അനക്കം കൊടുത്തു. ഇനിയും അടുത്ത സ്റ്റേജിൽ നമുക്ക് ഇതിന് ബലം കൊടുക്കണം. നമ്മൾ മൂവ്മെൻറ്റ്സ് കൊടുക്കണം, അതേപോലെ അതിനുള്ള ബലവും കൊടുക്കണം. ബലം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൈ കൊണ്ട് ഈ സൈഡിലേക്കൊന്ന്, നമ്മൾ സൈഡിൽ ചെറുതില്ലേ, അതേപോലെ ഇങ്ങോട്ട് വരാതെ ഈ കൈ കൊണ്ട് ഒന്ന് അമർത്തി പിടിച്ചിട്ട് ഈ കൈയിലേക്കൊന്ന് അമർത്തിക്ക്. തല ചരിയല്ല, ഇങ്ങനെ തന്നെ വെച്ചിട്ട് നന്നായിട്ട് പ്രഷർ കൊടുത്തേ. ഒന്ന് 10 വരെ ഉണ്ടെന്നോ? ആ, അത് എഴുതിട്ടൊന്ന് വിട്ടേ. അതേപോലെ ഈ വശത്തും 10 വരെ എണ്ണിക്കോ. അതേപോലെ നമ്മുടെ നെറ്റിയുടെ ഫ്രണ്ടിൽ കൈ കൊടുത്തുകൊണ്ട് ബലം കൊടുക്കണം കയ്യിലോട്ട് കേട്ടോ. കൈ കൊണ്ട് നെറ്റിയെ നന്നായി ബലം കൊടുത്ത് മുന്നോട്ട് തള്ളണം. 10 വരെ ഇടുക, ഇടുക. അതേപോലെ നമ്മളിപ്പോൾ 3 വശമായില്ലേ, 4ാമത്തെ വശത്തോട്ട് കൈ പുറകെ കൊടുത്തിട്ട് ഈ ഓരോന്നും 10 തവണ വീതം ചെയ്യാം. ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, ഇത് കൊടുക്കാതെ ചെയ്ത് ഫ്രീ ആയിട്ട് ചെയ്തതും 10 തവണ ചെയ്യുക, കൈക്ക് ബലം കൊടുത്തുകൊണ്ട് ചെയ്തതും 10 തവണ ചെയ്യുക. ഓക്കെ അല്ലേ? മറന്നോ? ഓർമ്മ കിട്ടിയോ? ഒന്നുകൂടെ പറഞ്ഞു തരണോ? ഇല്ല. ഇനി നമുക്കൊന്ന് എഴുന്നേക്കാം. എഴുന്നേക്കാമോ? എഴുന്നേറ്റ്. ഇനി നമ്മുടെ ഒരു കൈ ഒന്ന് മുകളിലോട്ട് പൊക്കിക്ക്. മാക്സിമം പൊക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ പൊക്കാൻ പറ്റുന്നത്ര കൈ പതുക്കെ താത്ത് കൊണ്ടുവരിക. ഇതൊരു 10 തവണ ചെയ്യണം കേട്ടോ. നിങ്ങൾ എല്ലാ ദിവസവും എക്സസൈസ് രാവിലെ എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യം ആ സമയത്ത് ചെയ്യുമ്പോൾ ഇതൊരു 10 തവണ ചെയ്യാം. അതേപോലെ കൈ അകത്തുക, നമുക്ക് അകത്തി പിടിക്കും, താത്ത് കൊണ്ടുവരാം. ഇതും ഒരു 10 തവണ ചെയ്യണം. നിൽക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇരുന്നോണം കേട്ടോ. ശേഷം നമ്മുടെ കൈ ഉണ്ടല്ലോ, കൈ ഇങ്ങനെ മടക്കാം, വറക്കാം. ഇതും നമ്മൾ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ കൈ തോളിൽ വെച്ചിട്ട് തിരിച്ചും വട്ടം വരയ്ക്കണം. അപ്പോൾ അത് ഒരു 10, എല്ലാ എക്സസൈസുകളും ഒരു 10 തവണ വീതം ചെയ്യണം. 10 തവണ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2-3 ചെയ്തതിന് ശേഷം ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വീണ്ടും ചെയ്യാം. അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്കൊന്ന് ഇരിക്കാം. എഴുന്നേക്കാം, ഇരിക്കാം, എഴുന്നേക്കാം, ഇരിക്കാം, എഴുന്നേക്കാം. ഇങ്ങനെ ചെയ്തത് കൊണ്ട് നമുക്ക് എഴുന്നേൽക്കുന്നതിനും നമ്മുടെ ബാലൻസ് കൺട്രോൾ ചെയ്യുന്നതിനും ഒക്കെ സാധിക്കും. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഒരു 10 തവണയെങ്കിലും ചെയ്യാം. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നടക്കുമ്പോൾ വീഴാനുള്ള സാധ്യതയും ബാലൻസ് പോവുകയൊക്കെ ചെയ്യുന്നതിന് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. നമ്മൾ പതുക്കെ നമ്മൾ 2 കാലും ഉറപ്പിച്ച് നിന്നതുകൊണ്ട്
നമ്മുടെ ഒരു കാല് ജസ്റ്റ് ഒന്ന് പൊക്കി ചവിട്ടി നോക്കുക. ഇത് ചെയ്യുമ്പോഴത്തേക്ക് സപ്പോർട്ട് എവിടെ അടുത്തുണ്ടാവണം, പക്ഷെ പിടിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊക്കി ചവിട്ടുക, താത്ത് വെക്കുക, വീണ്ടും പൊക്കി ചവിട്ടുക, താത്ത് വെക്കുക, വീണ്ടും മറ്റേ ഓപ്പോസിറ്റ് കാല്. ഇത് മാറി മാറി ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഓരോ ദിവസവും ഇത് ചെയ്യുമ്പോൾ നമുക്ക് പൊട്ടിൽ വേദനയില്ലേ, പൊട്ടിൽ വേദനയാണോ നമ്മൾ റൂമിൽ ചെന്നിട്ട് ഒരു പില്ലോയോ ഒരു തലേണയോ എന്തെങ്കിലും ബെഡ്ഷീറ്റോ എന്തെങ്കിലും ഒന്ന് മടക്കി നമ്മുടെ കാലിൻ്റെ മുട്ടിനടിയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ മുട്ട കൊണ്ട് നന്നായിട്ട് ആ കാല് പ്രസ് ചെയ്ത് പിടിച്ച് ആദ്യത്തെ പോലെ തന്നെ 10 വരെ ഇടുക, വീണ്ടും റിലീസ് ചെയ്തിടുക. അങ്ങനെ ഒരു 15-20 തവണ മാറി മാറി. ഞാൻ ഈ പറഞ്ഞിരുന്ന കാർഡിയക് പ്രോബ്ലം മെഡിസിൻസ് കഴിക്കുന്നവരോ അല്ലെങ്കിൽ BP കൂടുതലുള്ളവരോ ഡയബറ്റിക് ആയിട്ടുള്ളവരോ ഒക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് തോന്നുകയാണെങ്കിൽ അത് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്ത് റെസ്റ്റ് എടുക്കേണ്ടതാണ്. ക്ലാസ് ആണിത്, അതുകൊണ്ട് എല്ലാ ഭാഗത്തും കവർ ചെയ്തോന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറയാനുണ്ടെങ്കിൽ, അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ബാക്കി ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. പേഴ്സണലായിട്ട് വന്നിട്ടാണെങ്കിലും ചോദിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടി ഇരുന്ന് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കേട്ടോ. ചെയ്യേണ്ട എക്സസൈസുകളാണ്. നമുക്ക് പറഞ്ഞു തന്നിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് കാണിച്ചു തരാം, ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചു തരാം കേട്ടോ. ഒരു മൊമെൻ്റ് കൈമാറാൻ ഇവിടെ വന്നതിനുള്ള അപ്രിസിയേഷനാണ് നമ്മുടെ ഓഫീസിൽ ഇതേറെ ചെയ്തു. സന്തോഷം. ഡോക്ടർ ജബർ മാതിനെ ക്ഷണിക്കുന്നു. സ്നേഹോപകാരം. നമ്മുടെ ഇൻമേറ്റ്സ് റൂമിലോട്ട് പോകാം. സ്റ്റാഫ് എല്ലാവരും മുമ്പോട്ട് വന്നിരുന്നു. അവർ വിളിച്ച് കൃതജ്ഞതകളുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കും. എല്ലാവരും ഇരുന്നാണ്. കൃതജ്ഞതാ പ്രസിഡന്റായിട്ട് പ്ലാനിംഗ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ ആൽബർട്ട് ജഗതിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ക്യാമ്പ് അവയർനെസ് ക്ലാസ് നമുക്കിവിടെ നടത്താൻ നമുക്ക് അനുവാദം തന്ന നമ്മുടെ ഈ സ്ഥാപന ധർമ്മഗിരി സ്ഥാപനത്തിൻ്റെ അധികാരിയായ ഫാദർ KS മാത്യു സാറിനെ അച്ഛനെ ഞങ്ങൾ നന്ദിപൂർവ്വം നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടുത്തെ അന്തേവാസികൾ വന്ന് സഹകരിച്ച എല്ലാ അച്ഛന്മാരെയും അമ്മമാരെയും എല്ലാവരും നന്ദി അറിയിക്കുന്നു. ഇവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സിനെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അംഗങ്ങളെല്ലാവരും റൂമിലോട്ട് ഇനി വരുന്നവരെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളവർ നാളെ നിങ്ങൾ ചെന്ന് അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യത്തില്ല. ഇങ്ങനെ ശ്രമിച്ചു അപ്പോൾ അതൊന്നും ചെയ്യുന്നു.
സ്റ്റാഫ്സിനുള്ള ക്ലാസ്സാണ്. സ്റ്റാഫ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് കുറയ്ക്കണം. ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ ഈ കട്ടിലിൽ ഇരുത്തിയ ഒരാളെ നമുക്ക് ഈ കസേരയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇയാളുടെ കാല് രണ്ടും നിലത്ത് കുത്തിക്കണം. നിലത്ത് കുത്തിയിട്ടതിന് ശേഷം ഇവരെ ഈ ബലമില്ലാത്ത ഭാഗം നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അല്ലാത്ത ഭാഗം മുഴുവൻ ഇവരെ നിരങ്ങി അതേപോലെ ഈ വശവും നിരങ്ങി അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവരെ കട്ടിലിൻ്റെ എഡ്ജിലാണ് സമയത്ത് നമ്മൾ ഇവരെ എന്തെങ്കിലോ ഈ ബലമില്ലാത്ത കൈ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇതും നമ്മൾ എന്നിട്ട് ഈ നീങ്ങിയിട്ട് ഇവരോട് പറയണം. ഇവർ കംപ്ലീറ്റ് ആയിട്ട് പാരലൈസ്ഡ് ആയവർക്ക് ഒരു ഭാഗത്ത് ബലമുണ്ട്. അപ്പോൾ ഇവരോട് നമ്മൾ പറയണം പൊങ്ങുക. അതായത് ഇവർ പൊങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ തന്നെ നമ്മളെന്ത് ചെയ്യണം? ഇവരെ ജസ്റ്റ് തിരിച്ചിട്ട് ഇവർ അവിടോട്ട് തന്നെ ഇരിക്കാൻ പോകുമ്പോൾ ഇരിക്കുന്നത് കസേരയിലോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് ഇവർക്കൊപ്പം തന്നെ ഇരിക്കണമെന്ന് പറയും. അപ്പോൾ അവർ ഇരിക്കാൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇങ്ങനെ തന്നെ ഞാൻ കാണിച്ചിരുന്ന പോലെ എളുപ്പമല്ല പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെതായത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ